ഇത് ഓരോ റീറ്റെയിൽ സ്റ്റോർ ഓണർക്കും തങ്ങളുടെ സ്ഥാപനത്തിൽ ഏത് കാറ്റഗറിയാണ് കൂടുതൽ പ്രോഫിറ്റ് തരുന്നതെന്ന് അറിയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കൂടുതൽ സെയിൽസ് ഉള്ള കാറ്റഗറിയാണ് കൂടുതൽ പ്രോഫിറ്റ് തരുന്നതെന്നാണ് പൊതുവെ ഉള്ള ധാരണ. ഓരോ റീറ്റെയിൽ സ്റ്റോർ ഓണർക്കും തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള കാറ്റഗറി ഏതാണെന്ന് കണ്ടെത്താനായിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കസ്റ്റമർ പുള്ളിംഗ് കാറ്റഗറി. ഏത് കാറ്റഗറിയാണോ നമ്മുടെ സ്ഥാപനത്തിലോട്ട് കൂടുതൽ കസ്റ്റമറെ എത്തിക്കുന്നത് ആ കാറ്റഗറിയുടെ സ്റ്റോക്ക് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ റിട്ടൻഷൻ കൂടുകയും കൂടുതൽ ലാഭസ്ഥിരത കൈവരിക്കാനും കാരണമാകും. രണ്ട്, ഓരോ കാറ്റഗറിയുടെയും റിട്ടേൺ ആൻഡ് ഡാമേജ് റേഷ്യോ. ചില കാറ്റഗറി പ്രൊഡക്റ്റുകൾ നല്ല വോളിയം സെയിൽസ് ഉണ്ടെങ്കിലും റിട്ടേണും ഡാമേജും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാഭം കൃത്യമായിരിക്കണമെന്നില്ല. അടുത്തത് ക്യാഷ് ഫ്ലോ കോൺട്രിബ്യൂഷൻ. ഓരോ കാറ്റഗറിയിലും ക്യാഷ് ഫ്ലോ കോൺട്രിബ്യൂഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് കാറ്റഗറി പ്രൊഡക്റ്റാണോ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ക്യാഷ് ഫ്ലോ കൂട്ടുന്നത് ആ കാറ്റഗറി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത് സ്റ്റോക്ക് ഏജിങ്. ഓരോ കാറ്റഗറിയുടെയും പ്രൊഡക്റ്റുകളുടെ സ്റ്റോക്ക് ഏജിങ്, എത്ര കാലയളവെടുത്താണ് പ്രൊഡക്റ്റുകൾ സെയിലാവുന്നത്. കൂടുതൽ കാലയളവെടുത്ത് സെയിലാകുന്ന പ്രൊഡക്റ്റുകൾ ഷോപ്പിൻ്റെ ലാഭം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഓരോ റീറ്റെയിൽ സ്റ്റോർ ഓണറും തങ്ങളുടെ സ്ഥാപനം കൂടുതൽ ലാഭസ്ഥിരത കൈവരിക്കാനായി ഡേറ്റ അടിസ്ഥാനമാക്കി കൃത്യമായ റിപ്പോർട്ടുകൾ നൽകുന്ന ബില്ലിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്.